പ്രധാനമന്ത്രി എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ഈ നാരീശക്തിയെക്കുറിച്ചാണ്, സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത്, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾ സുരക്ഷിതരോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഗുസ്തി താരങ്ങളുടെ അവസ്ഥ നമ്മുടെ മുൻപിലുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിൽ ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷന്റെ മകന് സീറ്റ് നൽകിക്കൊണ്ടാണ് BJP അവരുടെ സ്നേഹം കാണിച്ചത്. മറ്റൊന്ന്, ഇപ്പോൾ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ലൈംഗികാരോപണ വിഷയത്തിൽ പെട്ടുകിടക്കുന്നു. അയാളെയും സംരക്ഷിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. മറ്റൊന്ന്, പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി HD ദേവഗൌഡയുടെ കൊച്ചുമകൻ വലിയ തോതിൽ പീഡന ആരോപണത്തിൽ നിൽക്കുന്നു. അശ്ലീല വീഡിയോകൾ, ഏകദേശം 2976 വീഡിയോകൾ ചിത്രീകരിച്ച ഒരു വ്യക്തി, അയാൾ ഇന്ന് വിദേശ രാജ്യത്ത് സുഖമായി കഴിയുന്നു. എങ്ങനെ അയാൾ ഇന്ത്യ വിട്ടുപോയി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നരേന്ദ്രമോദിയുടെ ഏജൻസികളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഏതായാലും അങ്ങനെ മോദി കാലത്തെ നാരീശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ ഹസൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ CBI ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. അതേസമയം മുൻ മന്ത്രിയും പ്രജ്വലിന്റെ പിതാവുമായ HD രേവണ്ണ ലൈംഗിക പീഡന കേസിൽ ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇരയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. HD ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ശില്പ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ശില്പ, ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ അത്ര സുഖകരമല്ല കേൾക്കുന്ന വാർത്തകൾ. ഈ HD രേവണ്ണ, ദേവഗൌഡയുടെ മകൻ, പ്രജ്വൽ രേവണ്ണയുടെ പിതാവ്, അയാളിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ലൈംഗിക ആരോപണ അല്ലെങ്കിൽ പീഡന കേസിന് ഇരയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അയാൾ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രജ്വൽ രേവണ്ണ ഇപ്പോഴും കാണാമറയത്താണ്. അയാൾ ജർമ്മനിയിൽ സുഖിച്ചു കഴിയുകയാണ്. അയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചില വഴിപാടുകൾ പോലെ ചില നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ ഭാഗത്തു നിന്ന്? മനു, ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് CBI പുറപ്പെടുവിക്കുമെന്നുള്ള ഒരു വിവരമാണ്. ഇതിനുവേണ്ടി CBI ഉടൻ അപേക്ഷ സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നു കളഞ്ഞു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് അദ്ദേഹം ഈ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോയത്. തീർത്തും ഈ കേന്ദ്രത്തിന്റെ വലിയ രീതിയിലുള്ള പിടിപ്പുകേട് മൂലമാണ് ഇത്തരത്തിൽ ജർമ്മനിയിലേക്ക് പ്രജ്വൽ രേവണ്ണ കടന്നുപോയതിനടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ട CBI കത്ത് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലൂ കോർണർ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യാന്തര തലത്തിലുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസാണ്. ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണോ ഈ പ്രജ്വൽ രേവണ്ണ ഉള്ളത്, അവിടുത്തെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇദ്ദേഹത്തെ കണ്ടെത്തി ആ വിവരം CBIക്ക് കൃത്യമായി കൈമാറണമെന്നാണ്. അത്തരത്തിൽ ഉള്ള ബ്ലൂ കോർണർ നോട്ടീസാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ് HD രേവണ്ണ, ഈ പ്രജ്വൽ രേവണ്ണയുടെ പിതാവായ HD രേവണ്ണയെ ഇന്നലെ ബംഗളൂരുവിലെ പത്മനാഭ നഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതും ഒരു പീഡന കേസിൽ തന്നെയാണ്. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ അവരെ തട്ടിക്കൊണ്ടുപോയി, ഇരയെ തട്ടിക്കൊണ്ടുപോയി അത്തരത്തിലുള്ള ഒരു കേസിലാണ് ഇന്നലെ വളരെ നമുക്കറിയാം, ഈ കർണാടകയിൽ അടക്കം തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ്. ഈ മുൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ JDS അധ്യക്ഷനുമായ ദേവഗൌഡയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നത്. വളരെ രാഷ്ട്രീയ ചലനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയ ഒരു വലിയ കേസാണ് ഇത്. വലിയ രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ലൈംഗിക പീഡന കേസിലാണ് ഇത്തരത്തിൽ പ്രജ്വൽ രേവണ്ണ അടക്കം പ്രതിയാവുന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഈ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് കർണാടകയിൽ കോൺഗ്രസ് വലിയ തോതിൽ ഇതൊരു പ്രചരണ വിഷയമാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വലിയ തിരിച്ചടി നേരിടുമെന്ന ഒരു ഭയവും BJPയുടെ ഭാഗത്തു നിന്നും NDAയുടെ ഭാഗത്തു നിന്നും ഒക്കെ പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും ഇതൊരു വലിയ തിരിച്ചടിയാവും. രാഷ്ട്രീയ ചലനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കേസ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ
ഈ പ്രജ്വൽ രേവണ്ണയെ കണ്ടെത്തുന്നതിലുള്ള കൃത്യമായും ഈ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് അടക്കം കടന്നു കളഞ്ഞതെന്നുള്ള വലിയ തോതിലുള്ള വിമർശനം വന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഇരയുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇന്നലെ HD രേവണ്ണയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഈ HD രേവണ്ണയെ അന്വേഷണ സംഘം ഹാജരാക്കും. ഇപ്പോൾ വൈദ്യപരിശോധന അടക്കം നടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ECGയിൽ അടക്കം വേരിയേഷൻ സംഭവിച്ചത് മൂലം അദ്ദേഹത്തിന് വൈദ്യപരിശോധന അടക്കം നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും വൈകിട്ടോടുകൂടി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമായ ഒരു വിഷയമായിരുന്നു ഇത്തരത്തിൽ വീട്ടുജോലിക്കാരിയായ 64 വയസ്സുകാരിയാണ് പീഡിപ്പിച്ചത്. വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള രേവണ്ണയ്ക്കെതിരെയും ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ രേവണ്ണയുടെ ഭാര്യയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി രേവണ്ണയുടെ ഭാര്യയും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ശില്പ, കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും പ്രജ്വൽ രേവണ്ണ കാണാമറയത്ത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അച്ഛനെ രേവണ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാളുടെ ഭാര്യ, അതായത് പ്രജ്വൽ രേവണ്ണയുടെ അമ്മയെ കൂടി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.